ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, 2026 ലോഗോസ് ക്യൂസിൻ്റെ പാഠഭാഗമായ റൂത്ത് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. നിങ്ങൾക്ക് ലഭിച്ച സ്കോറും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ എലീമേലെക്ക് ഭാര്യയും പുത്രന്മാരുമൊത്ത് എവിടെയാണ് കുടിയേറി പാർത്തത്? എ. യൂദായിൽ, ബി. ഇസ്രായേൽ, സി. മൊവാബ്, ഡി. ബേത്ലഹേം. ശരിയുത്തരം സി. മൊവാബ്. രണ്ടാമത്തെ ചോദ്യം: നവോമിയും പുത്രന്മാരും എത്ര വർഷമാണ് മൊവാബിൽ കഴിഞ്ഞത്? എ. 10 വർഷം, ബി. 8, സി. 16, ഡി. 15. ശരിയുത്തരം എ. 10. മൂന്നാമത്തെ ചോദ്യം: നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ നിങ്ങൾ എവിടേക്ക് മടങ്ങിപ്പോകുവിനെന്നാണ് പറഞ്ഞത്? എ. പിതൃഭവനങ്ങളിലേക്ക്, ബി. ബന്ധുഭവനങ്ങളിലേക്ക്, സി. സ്വന്തക്കാരുടെ അടുത്തേക്ക്, ഡി. മാതൃഭവനങ്ങളിലേക്ക്. ശരിയുത്തരം ഡി. മാതൃഭവനങ്ങളിലേക്ക്. നാലാമത്തെ ചോദ്യം: മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞതാര്? എ. ദൂതൻ, ബി. എലീമേലെക്ക്, സി. നവോമി, ഡി. ബോവാസ്. ശരിയുത്തരം നവോമി. വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവോമി എന്തു ചെയ്തപ്പോഴാണ് മരുമക്കൾ പൊട്ടിക്കരഞ്ഞത്? എ. ചുംബിച്ചപ്പോൾ, ബി. ആലിംഗനം ചെയ്തപ്പോൾ, സി. അനുഗ്രഹിച്ചപ്പോൾ, ഡി. യാത്രയാക്കിയപ്പോൾ. ശരിയുത്തരം എ. ചുംബിച്ചപ്പോൾ. ആറാമത്തെ ചോദ്യം: കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? എ. റൂത്ത്, ബി. നവോമി, സി. ബോവാസ്, ഡി. ഓർഫ. ശരിയുത്തരം നവോമി. ഏഴാമത്തെ ചോദ്യം: നിന്റെ സഹോദരി ആരുടെയെല്ലാം അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് റൂത്തിനോട് നവോമി പറഞ്ഞത്? എ. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും, ബി. മാതാവിൻ്റെയും പിതാവിൻ്റെയും, സി. ചാർച്ചക്കാരുടെയും സഹോദരങ്ങളുടെയും, ഡി. മാതാപിതാക്കളുടെയും ദേവന്മാരുടെയും. ശരിയുത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. എട്ടാമത്തെ ചോദ്യം: ഓർഫായെ പോലെ നീയും പോകുക എന്ന് റൂത്തിനോട് പറഞ്ഞപ്പോൾ എന്തു ചെയ്യാൻ എന്നോട് പറയരുത് എന്നാണ് റൂത്ത് മറുപടിയായി പറഞ്ഞത്? 1. മറ്റൊരു വിവാഹം കഴിക്കാൻ, 2. അമ്മയെ ഉപേക്ഷിക്കാൻ, 3. കൂടെ പോരാതിരിക്കാൻ, 4. മാതൃഭവനത്തിലേക്ക് തിരികെ പോകാൻ. എ. 1, 4, ബി. 2, 3, സി. 1, 2, ഡി. 3, 4. ശരിയുത്തരം ബി. 2, 3. അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ. ഒൻപതാമത്തെ ചോദ്യം: അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. ആരുടെ വാക്കുകൾ? എ. റൂത്തിൻ്റെ, ബി. ബോവാസിൻ്റെ, സി. ഓർഫായുടെ, ഡി. നവോമിയുടെ. ശരിയുത്തരം എ. റൂത്തിൻ്റെ. പത്താമത്തെ ചോദ്യം: മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ ഡാഷ് എന്തു ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത്? എ. നാട്ടുകാർ, ബി. ചാർച്ചക്കാർ, സി. കർത്താവ്, ഡി. മാതൃഭവനത്തിലുള്ളവർ. ശരിയുത്തരം സി. കർത്താവ്. നവോമിയും റൂത്തും എവിടെ എത്തിയപ്പോഴാണ് പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചത്? എ. ബേത്ലഹേമിൽ, ബി. മൊവാബിൽ, സി. ഇസ്രായേലിൽ, ഡി. യൂദായിൽ. ശരിയുത്തരം എ. ബേത്ലഹേമിൽ. 12ാമത്തെ ചോദ്യം: ബേത്ലഹേമിൽ തിരിച്ചെത്തിയ നവോമി തന്നെ നവോമി എന്നല്ല പകരം എന്താണ് വിളിക്കേണ്ടതെന്നാണ് പറഞ്ഞത്? എ. സന്തുഷ്ട, ബി. കയ്പ്, സി. കഷ്ടത, ഡി. മാറ. ശരിയുത്തരം ഡി. മാറ. 13ാമത്തെ ചോദ്യം: നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം? എ. എല്ലാം നഷ്ടപ്പെട്ടവൾ, ബി. സന്തുഷ്ട, സി. എല്ലാം തികഞ്ഞവൾ, ഡി. പോരാളി. ശരിയുത്തരം ബി. സന്തുഷ്ട.
14-ാമത്തെ ചോദ്യം, നവോമി റൂത്തിനൊപ്പം ബെത്ലഹേമിൽ തിരിച്ചെത്തിയത് എന്തിൻ്റെ കൊയ്ത്തു തുടങ്ങിയ കാലഘട്ടത്തിലാണ്? എ. ബാർലി, ബി. ഗോതമ്പ്, സി. മുന്തിരി, ഡി. ഒലിവ്. ശരിയുത്തരം എ. ബാർലി. 15-ാമത്തെ ചോദ്യം, ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ ആര് ആരോട് ചോദിച്ചു? എ. നവോമി റൂത്തിനോട്, ബി. ഓർഫ നവോമിയോട്, സി. റൂത്ത് നവോമിയോട്, ഡി. റൂത്ത് ബോവാസിനോട്. ശരിയുത്തരം സി. റൂത്ത് നവോമിയോട്. 16-ാമത്തെ ചോദ്യം, ബെത്ലഹേമിൽ നിന്നു വന്ന് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തതെങ്ങനെ? എ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബി. കർത്താവ് നിങ്ങളോടുകൂടെ, സി. കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളോടുകൂടെ, ഡി. സർവശക്തൻ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ശരിയുത്തരം ബി. കർത്താവ് നിങ്ങളോടുകൂടെ. 17-ാമത്തെ ചോദ്യം, നവോമിയെ കണ്ട ബോവാസ് ആരാണ് ഈ യുവതി എന്ന് ചോദിച്ചത് ആരോട്? എ. തോട്ടം കാവൽക്കാരനോട്, ബി. ദാസിയോട്, സി. ഭൃത്യനോട്, ഡി. നവോമിയോട്. ശരിയുത്തരം ഭൃത്യനോട്. 18-ാമത്തെ ചോദ്യം, റൂത്ത് എന്തപേക്ഷിച്ചു എന്നാണ് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യൻ ബോവാസിനോട് പറഞ്ഞത്? എ. എന്നെയും നിങ്ങളുടെ കൂടെ കൂടാൻ അനുവദിക്കണമേ, ബി. എന്തെങ്കിലും ജോലി തന്ന് സഹായിക്കണേ, സി. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നണേ, ഡി. വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ. ശരിയുത്തരം ഡി. വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ. 19-ാമത്തെ ചോദ്യം, കാല പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്ന് റൂത്തിനോട് പറഞ്ഞതാര്? എ. ബോവാസ്, ബി. അടുത്ത ബന്ധു, സി. കൂടെയുണ്ടായിരുന്ന ദാസിമാർ, ഡി. നവോമി. ശരിയുത്തരം എ. ബോവാസ്. 20-ാമത്തെ ചോദ്യം, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു എന്ന് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് എപ്രകാരമാണ്? എ. തൊഴുകൈകളോടെ, ബി. തല കുനിച്ചുകൊണ്ട്, സി. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഡി. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ശരിയുത്തരം ഡി. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. 21-ാമത്തെ ചോദ്യം, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകുമെന്ന് റൂത്തിനോട് പറഞ്ഞതാര്? എ. നവോമി, ബി. അടുത്ത ബന്ധു, സി. ബോവാസ്, ഡി. ബെത്ലഹേംകാരായ സ്ത്രീകൾ. ശരിയുത്തരം സി. ബോവാസ്. 22-ാമത്തെ ചോദ്യം, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? എ. സൃഷ്ടാവായ ദൈവം, ബി. സകലത്തിൻ്റെയും ദൈവമായ കർത്താവ്, സി. കാരുണ്യവാനായ കർത്താവ്, ഡി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ശരിയുത്തരം ഡി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 23-ാമത്തെ ചോദ്യം, ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും എങ്ങനെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? എ. കരുണയോടെ, ബി. ആത്മാർത്ഥതയോടെ, സി. സാന്ത്വന വചനങ്ങളോടെ, ഡി. ദയയോടെ. ശരിയുത്തരം എ. കരുണയോടെ. 24-ാമത്തെ ചോദ്യം, അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ, അവളെ ശകാരിക്കരുത് എന്ന് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത് എപ്പോഴാണ്? എ. റൂത്ത് പോകാൻ എഴുന്നേറ്റപ്പോൾ, ബി. റൂത്ത് സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ, സി. റൂത്ത് നന്ദി പറഞ്ഞപ്പോൾ, ഡി. റൂത്ത് കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ. ശരിയുത്തരം റൂത്ത് കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ. 25-ാമത്തെ ചോദ്യം, റൂത്ത് സന്ധ്യ വരെ കാല പെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം എന്തുമാത്രം ബാർലി ഉണ്ടായിരുന്നു? എ. 2 ഏഫ, ബി. 4 ഏഫ, സി. 1 ഏഫ, ഡി. 3 ഏഫ. ശരിയുത്തരം 1 ഏഫ. 26-ാമത്തെ ചോദ്യം, നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ, ആരുടെ വാക്കുകൾ? എ. ബെത്ലഹേമിലെ സ്ത്രീകളുടെ, ബി. ദാസിമാരുടെ, സി. അടുത്ത ബന്ധുവിൻ്റെ, ഡി. നവോമിയുടെ. ശരിയുത്തരം നവോമിയുടെ. 27-ാമത്തെ ചോദ്യം, ആരോടെല്ലാം കാരുണ്യം കാണിക്കുന്നവനാണ് ബോവാസ് എന്നാണ് നവോമി പറഞ്ഞത്?
എ ഭൃത്യന്മാരോടും ദാസിമാരോടും, ബി ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും, സി ബന്ധുക്കളോടും ശത്രുക്കളോടും, ഡി ബേത്ലേഹേംകാരോടും യൂദായിലെ ജനങ്ങളോടും. ശരിയുത്തരം ബി ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും. 28ാമത്തെ ചോദ്യം, എപ്പോൾ വരെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? എ നവോമി അനുവദിക്കുന്നത് വരെ, ബി മറ്റൊരു ജോലി ലഭിക്കുന്നത് വരെ, സി കൊയ്ത്തു മുഴുവൻ തീരുവോളം, ഡി കാലാപെറുക്കി തീരുവോളം. ശരിയുത്തരം സി കൊയ്ത്തു മുഴുവൻ തീരുവോളം. 29ാമത്തെ ചോദ്യം, എന്തിൻ്റെയെല്ലാം വിളവെടുപ്പ് കഴിയുന്നത് വരെയാണ് റൂത്ത് ദാസിമാരോട് ചേർന്ന് കാലാപെറുക്കിയത്? എ ബാർലിയുടെയും ഒലിവിൻ്റെയും, ബി ബാർലിയുടെയും ഗോതമ്പിൻ്റെയും, സി ഒലിവിൻ്റെയും ഗോതമ്പിൻ്റെയും, ഡി മുന്തിരിയുടെയും ഒലിവിൻ്റെയും. ശരിയുത്തരം ബി ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. 30ാമത്തെ ചോദ്യം, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ ഇപ്രകാരം പറഞ്ഞത് ആര്? എ ബോവാസ്, ബി റൂത്തിൻ്റെ മാതാവ്, സി നവോമി, ഡി എലീമലേക്കിൻ്റെ അടുത്ത ബന്ധു. ശരിയുത്തരം സി നവോമി. 31ാമത്തെ ചോദ്യം, കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുന്ന റൂത്തിനെ എപ്പോൾ വരെ ബോവാസ് തിരിച്ചറിയരുത് എന്നാണ് നവോമി പറഞ്ഞത്? എ പ്രഭാതം വരെ, ബി അത്താഴം കഴിയുന്നതുവരെ, സി ഉറക്കമുണരുന്നതുവരെ, ഡി അർദ്ധരാത്രി വരെ. ശരിയുത്തരം ബി അത്താഴം കഴിയുന്നതുവരെ. 32ാമത്തെ ചോദ്യം, ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? എ ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ, ബി റൂത്തിൻ്റെ ഭവനത്തിൽ, സി ഭൃത്യന്മാരുടെ അടുത്ത്, ഡി മെതിക്കളത്തിൽ. ശരിയുത്തരം എ ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. 33ാമത്തെ ചോദ്യം, ഞെട്ടിയുണർന്ന ബോവാസ് കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടത് എപ്പോൾ? എ പ്രഭാതത്തിൽ, ബി രാത്രി, സി സായാഹ്നമായപ്പോൾ, ഡി അർദ്ധരാത്രി. ശരിയുത്തരം ഡി അർദ്ധരാത്രി. 34ാമത്തെ ചോദ്യം, ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? എ അന്യദേശക്കാരെ, ബി ധനികരെ, സി യുവാക്കന്മാരെ, ഡി സ്വദേശക്കാരെ. ശരിയുത്തരം സി യുവാക്കന്മാരെ. 35ാമത്തെ ചോദ്യം, നീ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? എ മൊവാബ്യ സ്ത്രീ, ബി വിധവയായ സ്ത്രീ, സി വിലപ്പെട്ടവളായ സ്ത്രീ, ഡി ഉത്തമ സ്ത്രീ. ശരിയുത്തരം ഡി ഉത്തമ സ്ത്രീ. 36ാമത്തെ ചോദ്യം, ബോവാസ് റൂത്തിന് എന്തുമാത്രം ബാർലിയാണ് നൽകിയത്? എ 4 അളവ്, ബി 6 അളവ്, സി 1 അളവ്, ഡി 3 അളവ്. ശരിയുത്തരം ബി 6 അളവ്. 37ാമത്തെ ചോദ്യം, ബോവാസ് എവിടെ വെച്ചാണ് റൂത്തിനോട് പറഞ്ഞ ബന്ധുവിനെ കണ്ടുമുട്ടിയത്? എ വയലിൽ, ബി പട്ടണത്തിൽ, സി നഗരവാതിൽക്കൽ, ഡി പട്ടണവാതിൽക്കൽ. ശരിയുത്തരം സി നഗരവാതിൽക്കൽ. 38ാമത്തെ ചോദ്യം, ബന്ധുവിനെ നഗരവാതിൽക്കൽ ഇരുത്തിയതിനു ശേഷം നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് ബോവാസ് വിളിച്ചു കൊണ്ടുവന്നത്? എ 5 പേരെ, ബി 10 പേരെ, സി 4 പേരെ, ഡി 8 പേരെ. ശരിയുത്തരം ബി 10 പേരെ. 39ാമത്തെ ചോദ്യം, എലീമേലെക്കിൻ്റെ നിലത്തിൽ വിൽക്കാൻ പോകുന്ന ഭാഗം മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധുവിൻ്റെ മറുപടി എന്തായിരുന്നു? എ ഞാനത് വീണ്ടെടുക്കാം, ബി വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക, സി എനിക്കത് സാധ്യമല്ല, ഡി അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാനിടയാകും. ശരിയുത്തരം എ ഞാനത് വീണ്ടെടുക്കാം. 40ാമത്തെ ചോദ്യം, നവോമിയുടെ മകൻ്റെ വിധവയായ റൂത്തിനെ നീ സ്വീകരിക്കണമെന്ന് ബന്ധുവിനോട് ബോവാസ് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? എ ഇസ്രായേലിലെ നിയമമനുസരിച്ച്, ബി
മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി. സി. നവോമിയുടെ ആവശ്യപ്രകാരം. ഡി. ബന്ധുവായതിനാൽ. ശരിയുത്തരം ബി. മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി. 41-ാമത്തെ ചോദ്യം. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. എവിടെ നിലനിന്നിരുന്ന വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച നിയമമാണിത്? എ. മൊവാബിൽ. ബി. ഈജിപ്തിൽ. സി. യൂദായിൽ. ഡി. ഇസ്രായേലിൽ. ശരിയുത്തരം ഡി. ഇസ്രായേലിൽ. 42-ാമത്തെ ചോദ്യം. എലീമലക്കിൻ്റേതും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം ആരിൽ നിന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് എന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞത്. എ. നവോമിയിൽ നിന്ന്. ബി. അവകാശികളിൽ നിന്ന്. സി. റൂത്തിൽ നിന്ന്. ഡി. കുടുംബക്കാരിൽ നിന്ന്. ശരിയുത്തരം എ. നവോമിയിൽ നിന്ന്. 43-ാമത്തെ ചോദ്യം. ആരുടെ വിധവയായിരുന്നു റൂത്ത്? എ. ബോവാസിൻ്റെ. ബി. മഹ്ലോൻ്റെ. സി. കിലിയോൻ്റെ. ഡി. ഓബദിൻ്റെ. ശരിയുത്തരം ബി. മഹ്ലോൻ്റെ. 44-ാമത്തെ ചോദ്യം. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാമാണ്? എ. റൂത്ത് ഓർഫ. ബി. റാഹേൽ റൂത്ത്. സി. റാഹേൽ ലേയ. ഡി. നവോമി റൂത്ത്. ശരിയുത്തരം സി. റാഹേൽ ലേയ. 45-ാമത്തെ ചോദ്യം. ആർക്ക് താമാറിൽ ജനിച്ച പുത്രനാണ് പേരസ്? എ. ബോവാസിന്. ബി. എലിമലക്കിന്. സി. ദാവീദിന്. ഡി. യൂദായ്ക്ക്. ശരിയുത്തരം ഡി. യൂദായ്ക്ക്. 46-ാമത്തെ ചോദ്യം. നിനക്ക് ആരെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത്? എ. അനന്തരാവകാശിയെ. ബി. പിന്തുടർച്ച അവകാശിയെ. സി. മരുമകളെ. ഡി. പൗത്രനെ. ശരിയുത്തരം ബി. പിന്തുടർച്ച അവകാശിയെ. 47-ാമത്തെ ചോദ്യം. നിന്നെ സ്നേഹിക്കുന്നവളും ആരേക്കാൾ വിലപ്പെട്ടവളുമായ മരുമകൾ എന്നാണ് സ്ത്രീകൾ റൂത്തിനെ കുറിച്ച് നവോമിയോട് പറഞ്ഞത്? എ. 7 പുത്രന്മാരേക്കാൾ. ബി. 2 പുത്രന്മാരേക്കാൾ. സി. പുത്രന്മാരേക്കാൾ. ഡി. 100 പുത്രന്മാരേക്കാൾ. ശരിയുത്തരം 7 പുത്രന്മാരേക്കാൾ. 48-ാമത്തെ ചോദ്യം. ജെസ്സെയുടെ പിതാവ്? എ. പേരസ്. ബി. ദാവീദ്. സി. ഓബദ്. ഡി. സൽമോൻ. ശരിയുത്തരം സി. ഓബദ്. 49-ാമത്തെ ചോദ്യം. റൂത്തിൻ്റെ പുസ്തകത്തിൽ എത്ര സ്ത്രീകളെയാണ് പേരെടുത്തു പറഞ്ഞ് പ്രതിപാദിക്കുന്നത്? എ. 5. ബി. 6. സി. 7. ഡി. 4. ശരിയുത്തരം ബി. 6. 50-ാമത്തെ ചോദ്യം. പേരസിൻ്റെ പുത്രൻ? എ. അമിനാദാബ്. ബി. ബോവാസ്. സി. ജെസ്സെ. ഡി. ഹെബ്രോൻ. ശരിയുത്തരം ഡി. ഹെബ്രോൻ. താങ്ക് യു.